ഈ വിഷുവിന് സൂപ്പർ താരങ്ങളുടെ സിനിമകളൊന്നും റിലീസ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും 4 സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏപ്രിൽ 11-ന് ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേഷ് തിയേറ്ററുകളിലെത്തുന്നു. രഞ്ജിത്ത് ശങ്കർ സംവിധാനവും രചനയും നിർവഹിച്ച ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ മഹിമ നമ്പ്യാർ, ജോമോൾ തുടങ്ങിയവർ അഭിനയിക്കുന്നു. ജോമോളിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. ചന്ദ്രു സെൽവരാജാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദനും രഞ്ജിത്ത് ശങ്കറും കൂടെ നിർമ്മിക്കുന്ന ഈ ചിത്രം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രതീക്ഷ വയ്ക്കാമോ? മാളികപ്പുറം കഴിഞ്ഞ് ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേഷ് തിയേറ്ററുകളെ ഇളക്കിമറിക്കുമോ എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. വിഷുവിന് തന്നെ ഏപ്രിൽ 11-ന് റിലീസാകുന്ന മറ്റൊരു ചിത്രമാണ് പ്രണവ് മോഹൻലാലിൻ്റെ വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിനെ കൂടാതെ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, നീത പിള്ള, ബേസിൽ ജോസഫ്, അജു വർഗീസ് തുടങ്ങിയ ഒരു താരനിര തന്നെയുണ്ട്. വികാസ് സുബ്രഹ്മണ്യമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്ന. മ്യൂസിക് അമർനാഥ് രാംനാഥാണ്. വലിയ പ്രതീക്ഷയാണ് പ്രണവ് മോഹൻലാലിൻ്റെ ആരാധകർക്ക്. ഹൃദയത്തിന് ശേഷം വരുന്ന സിനിമ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കോടമ്പാക്കത്ത് സിനിമകളുടെ കാരണം പഴയ മലയാള സിനിമയൊക്കെ കോടമ്പാക്കത്തായിരുന്നല്ലോ. അപ്പോൾ സിനിമയിൽ അവസരം തേടി പോകുന്ന ചില മലയാളി യുവാക്കളുടെ കഥ പറയുന്ന 70കളിൽ എനിക്ക് തോന്നുന്നു ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കഥയാണ്. പഴയൊക്കെ സെറ്റൊക്കെ ഇട്ടാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. നമുക്ക് തിയേറ്ററുകളിൽ അതെങ്ങനെ നിറഞ്ഞാടുമെന്ന് നമുക്ക് കാത്തിരിക്കാം വലിയ ശുഭപ്രതീക്ഷയോടുകൂടി. മറ്റൊരു വിഷു റിലീസിംഗ് ചിത്രം ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന സിനിമയാണ്. ജിത്തു മാധവൻ സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി, മൻസൂർ അലി ഖാൻ, സജിൻ ജോസഫ്, സിജു സണ്ണി തുടങ്ങിയൊരു താരനിരയുണ്ട്. നിർമ്മാണം അൻവർ റഷീദ്. ഇതും ഫഹദ് ഫാസിലിൻ്റെ ഒരു ചിത്രം എന്ന നിലയ്ക്ക് മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ തിയേറ്ററുകളിൽ ചലനമുണ്ടാക്കുമെന്ന്. ഏപ്രിൽ 12-ന് റിലീസാകുന്ന മറ്റൊരു മലയാള ചിത്രമാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. ഇന്ദ്രജിത്ത് നായകനാകുന്ന ഈ ചിത്രത്തിൽ ശ്രുതി രാമചന്ദ്രൻ നായികയാകുന്നു. വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കാണ്. സലീം കുമാർ, സായ് കുമാർ, ബിന്ദു പണിക്കർ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ ബോസാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. മലയാളികളുടെ വിഷു ഗംഭീരമാക്കാനായിട്ട് ഇപ്പോൾ തന്നെ തിയേറ്ററുകളിൽ പ്രേമലവും, മഞ്ഞുമ്മൽ ബോയ്സും, ആടുജീവിതവും ഉണ്ട്. ഇത് കൂടാതെയാണ് വിഷുവിന് മുമ്പ് തമിഴകത്ത് നിന്ന് കമലഹാസൻ്റെ ഇന്ത്യൻ 2 എന്ന സിനിമയും വിഷുവിന് മുമ്പ് റിലീസാകുമെന്നുള്ള അറിയിപ്പ്. മലയാളികൾക്ക് വിഷു അതിഗംഭീരമായി ആഘോഷിക്കുന്നതിനായി OTTയിൽ ഡിസ്നി പ്ലസിൽ പ്രേമലവും കൂടെ എത്തുമ്പോൾ ഈ വിഷു അതിഗംഭീരമായിരിക്കും. സ്പേസ് ചാനലിൻ്റെ വിഷു ആശംസകൾ എല്ലാവർക്കും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.